ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ പ്രഭാതത്തിൽ വചനധ്യാനത്തിനായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ വേദഭാഗം സങ്കീർത്തനം 107 2 വാക്യം. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലും ഉള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ഒരിക്കൽ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ വെച്ച് ഒരു സാധു മനുഷ്യൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവെ, ഞാൻ വഴിമധ്യേ പെട്ടെന്ന് ഒരു മൂർഖൻ പാമ്പിനെ കണ്ടുമുട്ടിയാൽ ഉണ്ടാകുന്ന അനുഭവം പോലെ പാപത്തോട് പോരാടുവാൻ എന്നെ സഹായിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ആ മൂർഖനെ കൊന്നൊടുക്കുവാൻ കല്ലും കൊഴിയും വടിയും ഞാൻ ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത് പോലെ വേദപുസ്തകത്തിൽ നിന്ന് പിശാചിനെ ചതപ്പാൻ പറ്റിയ കല്ലും വടിയും വാളുമായ വചനങ്ങളെ തിരഞ്ഞെടുത്ത് ഉപയോഗിപ്പാൻ എന്നെ ശക്തീകരിക്കണമേ. ആ പ്രാർത്ഥനാ കൂട്ടത്തിൽ വെച്ച് മറ്റൊരു വിശ്വാസി ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവെ, ഞാൻ മൂർച്ച തീരെയില്ലാതെ ഒടിഞ്ഞുപോയ ഒരു വെട്ടരുവാൾ പോലെ ആയിരിക്കുന്നു. ഒന്നും വെട്ടിമുറിക്കുവാൻ സാധ്യമല്ല. ആകപ്പാടെ തുരുമ്പിച്ചുമിരിക്കുന്നു. നീ സമർത്ഥനായ ഒരു കൊല്ലപ്പണിക്കാരനാണല്ലോ. അവിടുത്തെ ഉലയിൽ എന്നെ വെച്ച് പഴിപ്പിച്ച് തല്ലി ശരിപ്പെടുത്തി നല്ലൊരു ആയുധമാക്കി തീർക്കണമേ. പ്രിയമുള്ളവരെ, പാപത്തോട് പോരാടുവാനും പാപത്തെ എതിർത്ത് നിൽക്കുവാനും വചനവുമായി നല്ല ബന്ധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഓരോ ദിവസവും പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നാം അകപ്പെടുമ്പോൾ വചനത്താൽ അതിനെ എതിർക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. പാപം ഞങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുമെന്നും പാപം ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുമെന്നും കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ കർത്താവെ വചനത്തിന് ശക്തിയുണ്ടെന്ന് ഇന്നത്തെ വചനത്തിലെ ധ്യാനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. വചനത്തോട് കർത്താവെ ഒത്തുനിന്നുകൊണ്ട് പാപത്തെ എതിർക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ ധ്യാനം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.